ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു ടേസ്റ്റി മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ചെറിയ ഒരു 20 കൊച്ചുള്ളിയും 10 കാന്താരിയും എടുത്ത് മാറ്റി വയ്ക്കാം. ഇത് ചുമ്മാതെ പറയുന്നതല്ല കേട്ടോ, ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് പാചകം ചെയ്ത് നോക്കണം. നമ്മൾ ഒരു കലം ചോറും ഒറ്റ ഇരുപ്പിനിരുന്ന് കഴിച്ചു തീർക്കും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്ക് പുരട്ടിയാണിത്. ഇതിന് പിന്നെ വേറൊരു പ്ലസ് പോയിൻ്റ് കൂടെ ഉണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂട്ടത്തിലും പൂരിയുടെ കൂട്ടത്തിലും നമുക്ക് കഴിക്കാം. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഞാനിന്നൊരു സൂപ്പർ മെഴുക്ക് പുരട്ടിയാണ് റെഡിയാക്കുന്നത്. അത് ആദ്യം ഞാനൊരു 2 ഇടത്തരം ഉരുളക്കിഴങ്ങാണ് ഇട്ടത്. ഇത് ഒരുവിധം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കാണുമ്പോഴേ അറിയാം. പ്രത്യേകിച്ച് വേവ് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. എണ്ണ ഒഴിച്ചു, ഉരുളക്കിഴങ്ങ് ഇട്ടു, ഉപ്പും ഇട്ടു, 1 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് അടച്ചു വയ്ക്കുകയും ചെയ്തു. ഇത് ഏകദേശം ഒന്ന് വേകാറ് ഏകദേശം ഒന്ന് ആയിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വയ്ക്കേണ്ട. അടച്ചു വെച്ച് കഴിഞ്ഞാൽ വേവുമല്ലോ. ഇനി ഇത് തുറന്നു വെച്ചാൽ മതി. ഇനി നമ്മൾ വേണ്ടത് ഒരു 7 കുഞ്ഞ് വെണ്ടയ്ക്ക ആണ് ഞാൻ എടുത്തേക്കുന്നത്. കുഞ്ഞ് വെണ്ടയ്ക്കയാണ്, അതുകൊണ്ടാണ് 7 എണ്ണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 5-6 പച്ചമുളക് റൗണ്ടായിട്ട് കണ്ടിച്ചതും കൂടെ ഇട്ട് കൊടുക്കും. നമ്മൾ ഉപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇതുകൂടെ കഴിഞ്ഞിട്ട് അതിൻ്റെ പരുവം നോക്കിയാൽ മതി. ഇതിൽ ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മെഴുക്ക് പുരട്ടി പരുവത്തിന് കിട്ടത്തില്ല. ഇരിക്കട്ടെ, ഇച്ചിരി കൂടെ എണ്ണ വേണ്ടി വരും. ഇത് നമ്മൾ വെണ്ടയ്ക്ക ഇട്ട് കഴിഞ്ഞൊരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഈ പരുവമായി. 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഉപ്പും മുളകും ഉള്ളിയും കൂടെ ഈ വിധം മിക്സ് ചെയ്ത 1 ടീസ്പൂൺ മുളക് ആഡ് ചെയ്യുവാണ്. അതിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ കാണിച്ച കൊച്ചുള്ളിയും കാന്താരിയും കൂടെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തതും കൂടെ. അതാരുടെ കയ്യാ? അയ്യോ, ഇവിടുത്തെ പൂച്ചക്കുട്ടിയുടെ കയ്യാണേ അത്. നല്ലൊരു മണം വരുന്നുണ്ടേ. നമുക്കൊരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാൻ വേണ്ടി വരും. കാരണം നമ്മളൊരു ശകലമല്ലേ ഇട്ടുള്ളൂ. നമുക്കൊരു ശകല എണ്ണയും കൂടെ ആഡ് ചെയ്യാം. നമ്മുടെ കറിവേപ്പിൽ നിന്നൊരു ശകലം കറിവേപ്പിലയും എടുത്തു. ഇതിൽ നമ്മൾ വെള്ളം ആഡ് ചെയ്യാനേ പാടില്ല. ആഡ് ചെയ്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇത് കിട്ടില്ല. കാരണം ഈ ഉരുളക്കിഴങ്ങ് വെന്തുടഞ്ഞു പോവും. അപ്പം പിന്നെ മെഴുക്ക് പുരട്ടിയുടെ ഒരു ടെക്സ്ചർ അങ്ങ് പോവും. ഇവിടെ വെച്ചേരാ കറിവേപ്പില. ഒരു ചുമന്ന കാന്താരിയും ഇട്ട് കൊടുക്കാം. കളർഫുള്ളാവാൻ വേണ്ടിയിട്ടാണ്.
നമുക്കപ്പോഴേക്കും ഒരു ക്യാപ്സിക്കം എടുക്കാം. അത് വേകട്ടെ. ആ പരുവത്തിന് നമുക്ക് ഒരു ക്യാപ്സിക്കം മുറിക്കാം. മതി, മതി. ഒരു ചട്ടുകം, ഒരു കട്ടിയുള്ള ഒരു ചട്ടുകം തന്നെ നമുക്ക് ഇതിന് ഉപയോഗിക്കാൻ ഒരു കട്ടിയുള്ള ഇത് തന്നെ എടുക്കണം. ഈ പാത്രത്തിലാണ് എടുക്കുന്നതെങ്കിൽ. കാരണം അതുകൊണ്ട് ഈ ഒരു സാധനത്തിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഈ ഇളകി വരുന്ന ഈ പൊടിയുടെ ഉണ്ടല്ലോ, അത് നല്ല എണ്ണ നമ്മൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഇത് എടുത്തിട്ട് കാര്യമുള്ളൂ. അതിനാണ് ഞാനിന്ന് നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രം എടുക്കാത്തത്. ഇതെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കട്ടിയുള്ള ഒരു പാത്രം തന്നെ നമുക്ക് എടുക്കണം. ഉണ്ടോ? ഇതിനാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഞാൻ എടുക്കാത്തതിൻ്റെ കാരണം ഇതാണ്. ഇതുദ്ദേശിച്ചാണ് ഞാൻ എടുക്കാത്തത്. കണ്ടോ? ഇനി നമുക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്യാം. ഒരുപാട് വേണ്ട, കുറച്ച്. 1 ടീസ്പൂൺ നിറച്ച് മുളക് പൊടി വേണ്ട. കാരണം നമ്മൾ പച്ചമുളക് അതുപോലെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു കളറിനും ടേസ്റ്റിനും മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി, 1 നുള്ള് ഗരം മസാല, അത്രയും മതി. 1 നുള്ള്. ഞാൻ അത്രയും കുറച്ച് മതിയെന്ന് അത്രയും കുറച്ച് മതിയെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് 1 നുള്ള് ഗരം മസാല ഞാനിങ്ങനെ ഇട്ട് കാണിച്ചു തന്നത്. കൂടാനേ പാടില്ല, ഒരു മണത്തിന് മാത്രം. കണ്ടോ മെഴുക്കുവരട്ടി നമ്മുടെ? കണ്ടോ? ഞാൻ പറയുമ്പോൾ ആരും വിശ്വസിക്കത്തില്ല, പക്ഷെ ഇങ്ങനെ വെച്ച് നിങ്ങളൊന്ന് കഴിച്ചു നോക്കണം. അപ്പോഴറിയാം ഞാൻ പറഞ്ഞത് എത്ര സത്യമാണെന്ന്. ഇനി ഒരു ചെറിയ ഇടത്തരം പഴുത്ത തക്കാളി, ഒരുപാട് പഴുത്തതും ആവരുത്, പച്ചയും ആവരുത്. നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ തക്കാളിയുടെ ഒരു ശകലം വെള്ളം ഇതിലോട്ട് ഇറങ്ങും. ഇനി ഉപ്പ് നോക്കാം നമുക്ക്. ഉരുളക്കിഴങ്ങിൻ്റെ വെണ്ടയ്ക്കയുടെയും ഉപ്പ് നോക്കാം. എന്നാലേ രണ്ടിനും ഉപ്പ് പിടിച്ചോന്ന് അറിയാൻ പറ്റുള്ളൂ. ആദ്യം വെണ്ടയ്ക്കയുടെ നോക്കാം. ഇല്ല, ഉരുളക്കിഴങ്ങിന് പാകത്തിനുണ്ട്. പക്ഷെ വെണ്ടയ്ക്കയ്ക്ക് ഒരു ശകലം വേണം. ഇത് നുള്ളിട്ട മതിയേ, കാരണം അതിൻ്റെ പിടിച്ചോളും. ഇനി നമ്മുടെ ഹൈലൈറ്റ് താരത്തിനെ നമ്മൾ ഇറക്കുവാണ്. ഇവൻ ഇങ്ങനെ കിടക്കണം.
നമ്മുടെ ഐറ്റം നോക്കാം. നമ്മുടെ റെഡ് ക്യാപ്സിക്കം എങ്ങനെ കിടക്കുന്ന കാണാനുള്ളൊരു ഭംഗി കണ്ടോ. ഇതെല്ലാം ചേരുവകളും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മെഴുക്ക് പുരട്ടി വെറും മെഴുക്ക് പുരട്ടിയല്ല, സൂപ്പർ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇത് അതിനെ ഒന്നുകൂടെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ വശം ഇളക്കാം, ഇവിടെ ഇളക്കാം, തിരിച്ചിപ്പുറത്തെ വശം ഇളക്കാം. ഇത് ഉടയരുതേ. നമ്മുടെ ഐറ്റം മെയിനായിട്ട് അങ്ങനെ തന്നെ കിടക്കണം. ഇനി ഇപ്പുറത്ത് ഇവിടെ ഇവിടെ കണ്ടോ. ഇതിനാണ് ഞാൻ ഈ ചീനിച്ചട്ടി എടുത്തത്. ടേസ്റ്റി മെഴുക്ക് പുരട്ടി റെഡി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ഈ ചീനിച്ചട്ടിയിൽ നിന്ന് പൊടി ഇളക്കി എടുക്കുന്ന കാര്യം പറഞ്ഞിരുന്നുവല്ലോ. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല തവിടെണ്ണയോ വെളിച്ചെണ്ണയോ മാത്രമേ ഉപയോഗിക്കുവാൻ പാടുള്ളൂ. ഞാൻ തവിടെണ്ണയാണ് ഉപയോഗിക്കുന്നത്. മാത്രമല്ല, ഒരു പ്രാവശ്യം ഉപയോഗിച്ച എണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിക്കുവാനും പാടുള്ളതല്ല. ഇങ്ങനെയൊക്കെ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്താൽ നമ്മളുടെ ആരോഗ്യത്തിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകില്ല. നമ്മുടെ ടേസ്റ്റി മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ടേസ്റ്റി മെഴുക്ക് പുരട്ടി.